Hello all, welcome to the second episode of the series. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 2025 ജനുവരി MSW ബാച്ചിൻ്റെ എക്സാമിനേഷൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യമാണ്, മാർക്കിൻ്റെ കാര്യമാണ്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹൗ ടു അപ്രോച്ച് ഫോർ ദ എക്സാമിനേഷൻ. കുറച്ച് ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. കാരണം മലയാളം കംപ്ലീറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് കുറച്ച് ആളുകൾക്കൊക്കെ മലയാളം നേറ്റീവ് ഭാഷ അല്ലാത്തവർക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ വീഡിയോ കാണുമ്പോൾ ബാക്കിയുള്ള ലാംഗ്വേജുകാർക്ക് കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, this is the second video and we will discuss about the previous year question papers. Okay, first we have to take the previous year question papers. സോ ഞാനൊരു ഡിസ്കസ് ചെയ്യുന്നത് MSW 001, 2, 3, 5 ആൻഡ് 32 ആണ്. അപ്പോൾ ബാക്കി സബ്ജക്ട്സ് എടുക്കുന്നവർക്ക് കൂടെ എങ്ങനെ ഹൗ ടു ടേക്ക് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ ഗോ ടു ദ വെബ്സൈറ്റ്. ഓക്കെ, igno.ac.in വെബ്സൈറ്റിൽ പോയിട്ട് ടു ദ ഹോം പേജിൽ ചെന്നിട്ട് സ്റ്റുഡൻറ് സർവീസസ് ക്ലിക്ക് ചെയ്യുക. ദെൻ ടു ദ ഡൗൺലോഡ്സ്. അവിടെ രണ്ട് രീതിയിലാണ് കാണുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രം ഡിസംബർ 2024 എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബിഫോർ ഡിസംബർ 2024 എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. ഈ രണ്ട് ഓപ്ഷനിലും യു വിൽ ഗെറ്റ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യുന്ന MSW 001, 2, 3, 5, 32 ഈ സബ്ജക്ട്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് PDF ആയിട്ട് എടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കേണ്ടവർക്ക് വെബ്സൈറ്റിൽ പോയിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, 2025 ജൂൺ ആണ് ലാസ്റ്റ് ആയിട്ട് എക്സാം നടന്നിട്ടുള്ളത്. അവിടെയും ഫോർമാറ്റ് സെയിം തന്നെയായിരുന്നു. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡിസംബറിലുള്ള എക്സാമിനേഷനും അങ്ങനെയായിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, MSW 001 ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ദിസ് ഈസ് കമ്പൽസറി സബ്ജക്റ്റ് ആണ്, എല്ലാവർക്കും ഉണ്ട്. MSW 002 പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് എന്ന സബ്ജക്റ്റ് ആണ്. ദിസ് ഓൾസോ എവ്രിവൺ ഹാസ് ഇറ്റ്. ആൻഡ് MSW 005 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ. ദിസ് ഓൾസോ ഈസ് കമ്പൽസറി. ആൻഡ് MSW 003 ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സ്. ഈ 4 സബ്ജക്ട്സും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഒരേ രീതിയിലാണ്. സോ വി ഹാവ് 3 hours ടു റൈറ്റ് ദ എക്സാമിനേഷൻ ആൻഡ് ദ മാർക്സ്, ടോട്ടൽ മാർക്സ് ഇസ് 100. ആൻഡ് ഫോർ ദീസ് 4 subjects we have 5 questions. So we should answer all 5 questions. That's a compulsory. And for the question number 1, we have 2 options and we have to write any of one of it. Okay, we have 2 options. We have to write answer to any one of it for the question number 1. And the mark it carries is 20 marks. And we should write 600 words or lesser. Okay. And for the question number 2, also we have 2 options. We have to write any one. We have to attempt any one question. Okay. It also carries 20 marks and we have to write maximum of 600 words. Okay, and then comes the third question. Questions we have 4 options. Okay, we have 4 options. We have to write any 2 of it. We have to write any 2 of it. Each question carries 10 marks. Okay, it is given as options. We have A, B, C and D options and we have to choose any of the 2 options and give the answers. Okay, it carries 10 marks, so the answer should be maximum of 300 words. And the fourth question, we have 6 options: A, B, C, D, E and F. We have to answer any 4 of it. Okay, each one carries 5 marks and the words 150 or lesser. And the fifth question, we have 8 options: A, B, C, D, E, F, G and H. And we have to write any 5 questions. Each carries 4 marks and thus 100 words. Okay. അങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്കിൽ തന്നെയാണ്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 600 വേർഡ്സ് ആണ്. ഏതെങ്കിലും രണ്ടെണ്ണം തരും, ഏതെങ്കിലും ഒരെണ്ണം എഴുതുക, 20 മാർക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 600 വേർഡ്സിൽ എഴുതണം, 2 ഓപ്ഷൻ തരും, അതിലേതെങ്കിലും ഒരെണ്ണം എഴുതുക. മൂന്നാമത്തതിൽ നമുക്ക് 4 ഓപ്ഷൻസ് തരും, അതിൽ 300 വേർഡ്സ് വെച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്കുകളാണ് ഉള്ളത്. ഓക്കെ, 2 എണ്ണം നമ്മൾ എഴുതിയിരിക്കണം. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 6 ഓപ്ഷൻസ് തരും, അതിലേതെങ്കിലും 4 എണ്ണം നമ്മൾ മസ്റ്റായിട്ട് എഴുതുക. ഒരെണ്ണത്തിന് 5 മാർക്ക് വെച്ച് 4ാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോൾ 20 മാർക്കാവും. ഓക്കെ, അടുത്ത 5ാമത്തത് 8 ഓപ്ഷൻസ് ആണ് തരുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും 5 എണ്ണം നമ്മൾ എഴുതണം. ഒരെണ്ണത്തിന് 4 മാർക്ക് വെച്ച് അങ്ങനെ മൊത്തം 20 മാർക്ക്. 100 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി 2025 ജൂൺ MSW032 question pattern is entirely different. We have 8 options. Okay, of the 8 options we have to write any 5 questions. Each 5 question carries 20 marks. Okay, 20 into 5, then also 100. Okay, we have to write 500 words essay. We have to write 5 questions of 500 words essay. Each carries 20 marks. That's the question pattern for MSW032. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആൻസേഴ്സ് എന്ന് മനസ്സിലായി. ആൻഡ് വാല്യൂവേഴ്സ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് we should write a heading, then subheadings and points included. Okay, for every 20 marks questions we have to have a big heading, title and subheadings, and each subheadings, under each subheadings there should be a paragraph, which means which is elaborating what it is said in the subheadings. Okay, and underline the major points, and if a comparison question comes, then may divide the paper into 2 and just write 8 or 10 points which are comparable, and then elaborate the answers. Okay, each mark we have to write only 100 words for 4 mark questions. 4 mark questions, 100 words. Okay, so it is also 25 words for 1 mark. 25 words for 1 mark. So we have to write the heading, subheading and the elaboration, everything for 1 marking, 25 words. Okay, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. അതുപോലെ പോയിന്റ്സ് എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ അടുത്ത വീഡിയോസിലൊക്കെ we will discuss the previous year questions. ഇപ്പോൾ 2025 ജൂണിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം, പുറമോട്ട് പോവാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് MSW001 ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആയിരിക്കും. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ജൂൺ 2025 ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യേണ്ട ഫോർമാറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ 4 സബ്ജക്ട്സിനും ഒരേ രീതിയിലാണ് ക്വസ്റ്റ്യന് ആൻസർ എഴുതേണ്ടത്. 5 ക്വസ്റ്റ്യനും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മാർക്ക് മനസ്സിൽ വെച്ച് എഴുതുക. MSW032 8 ഓപ്ഷനിൽ 5 എണ്ണം എഴുതുക. ഓക്കെ, ടുഗദർ വി പാസ്, ടുഗദർ വി റൈസ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും തന്നെ പറയാനില്ല, നേരെ നമ്മൾ ക്ലാസ്സസിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും പഠിച്ച് മാർക്ക് മേടിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ പറയാം. ഇപ്പോൾ യാത്രയിലായാലും നിങ്ങൾക്ക് കേട്ടിട്ട് ഈ ക്ലാസ്സസ് പ്രയോജനപ്പെടുത്തട്ടെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സസിൽ വീണ്ടും കാണാം. ബൈ.